സുജു, പത്തനംതിട്ട മലയോര മേഖലയാണ്. മഴയുടെ വലിയ ഭീഷണിയുണ്ടോ? എങ്ങനെയാണ് സാഹചര്യം? ഷമി, ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ കനത്ത മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീഴുകയും ചിലയിടങ്ങളിലൊക്കെ വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖല, തിരുവല്ല, പെരിങ്ങര, നെടുമ്പുറം മേഖലയിലും ശക്തമായ കാറ്റാണ്. ഇന്നലെ നെടുമ്പുറം ഭാഗത്ത് ഈ മരം കടപുഴകി വീണ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലും ഗതാഗതം വേണ്ട 1 മണിക്കൂറോളം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് രാവിലെ ഷമ്മി ചോദിച്ചതുപോലെ തന്നെ മലയോര മേഖലയിൽ, അതായത് കോന്നി തണ്ണിത്തോട് വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നത് ആശ്വാസകരമായൊരു സംഭവം തന്നെയാണ്. ഇളകൊള്ളൂരിൽ മരം കടപുഴകി വൈദ്യുതി പോസ്റ്റിലേക്ക് വീണു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് സമീപത്തെ വീട്ടിലേക്ക് വീണു. ഇതിലും വലിയ അപകടം ആണെങ്കിൽ പോലും അതിൽ ആളുകൾക്ക് അപകടമുണ്ടായില്ല, അല്ലെങ്കിൽ പരിക്കേറ്റില്ലെന്ന ആശ്വാസകരമായ ഒരു കാര്യം. അവിടെയും ഗതാഗത തടസ്സമുണ്ടായി. ഇന്നിപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ ഉൾപ്പെടെ വൈദ്യുതി ബന്ധത്തിൽ വിച്ഛേദിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല എന്നതും വസ്തുതാപരമായ കാര്യം തന്നെയാണ്. എന്തായാലും മഴക്കെടുതിയിൽ അല്ലെങ്കിൽ കാറ്റിൽ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ജില്ലയിലുള്ളത്. ഇന്ന് പുലർച്ചെ വരെ ജില്ലയിലെ മലയോര മേഖലയിലും താഴ്ന്ന പ്രദേശമായ അപ്പർ കുട്ടനാടൻ മേഖലയിലൊക്കെ തന്നെ മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ മഴ എല്ലാ പ്രദേശങ്ങളിലും മാറി നിൽക്കുകയാണ്. ഷമി.